എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ്. കൊച്ചു കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സാണ്. ലെമൺ റൈസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇത് യാത്രയൊക്കെ പോകുമ്പോൾ, ട്രെയിനിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റൈസാണ്. എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആദ്യം തന്നെ ഒരു പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ ഒരു 3 ടീസ്പൂൺ കപ്പലണ്ടി, പിന്നെ 2 വറ്റൽമുളക്, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. പച്ച കപ്പലണ്ടിയാണ് നമ്മൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൂപ്പിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ച ചുവ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ്. അരി ഇല്ലാതെ തന്നെ ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര്, നല്ല പുളിയുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചോറിൻ്റെ അളവനുസരിച്ചിട്ട് നാരങ്ങ നീര് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇതിലേക്കൊരു 3 തവിച്ചോറ്, അതായത് 1.5 കപ്പ് ചോറ്, വേവിച്ച ചോറാണ്, ബസ്മതി അരിയാണ്. ബസ്മതി അരി ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചോറ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കുക. ബസ്മതി അരി എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ് നമ്മൾ ഇന്ന് കണ്ടത്. അധികം കഷ്ടപ്പാടൊന്നുമില്ല, കറികളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ അച്ചാറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സമയമൊക്കെ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ ഇന്നത്തെ ഈ ലെമൺ റൈസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്